വെസ്റ്റ് ബംഗാളിലെ മാൾഡയിലെ കാലിയാചക് പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു പയ്യൻ നടന്നു വരികയാണ്. ഏകദേശം ഒരു 22 വയസ്സ് പ്രായമുണ്ടാവും. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2021 ജൂലൈ 9 രാവിലെ ഏകദേശം 10 മണി ടൈമിലാണ് ഈ ഒരു പയ്യൻ അങ്ങോട്ട് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ പയ്യനാകെപ്പാടെ വിറക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പയ്യൻ്റെ മുടിയൊക്കെ ആകെ പറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ താടിയൊന്നും വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങാത്തത് കൊണ്ടോ പേടി കൊണ്ടോ എന്താണെന്നറിയില്ല, കൺതടൊക്കെ ആകെ വീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ ആ പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് പറ്റിയെന്നുള്ളത്. എന്നാൽ ആ പയ്യൻ്റെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആ പയ്യനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെപ്പാടെ ആൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ച് നാൾ മുൻപെൻ്റെ അനിയൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ പോലീസുകാർ ആളെ സമാധാനിപ്പിക്കുകയാണ്. ആളൊരോടത്തിരുത്തുകയാണ്, വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്താണെന്നുണ്ടെങ്കിലും പറയാനായിട്ട് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ആ പയ്യൻ പിന്നെ വാ തുറന്നത്. ആ പയ്യൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നാൾ മുൻപ് തൻ്റെ അനിയൻ തൻ്റെ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും അമ്മൂമ്മയെയും കൊലപ്പെടുത്തിയെന്നുള്ളൊരു കാര്യമായിരുന്നു. എങ്ങനെയൊക്കെയോ ആണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് കൂടെ ആ ഒരു ചേട്ടൻ കൂട്ടിച്ചേർക്കുകയാണ്. യെസ്, തൻ്റെ സ്വന്തം അനിയൻ വീട്ടിലെ 4 പേരെയും കൊലപ്പെടുത്തി തന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആയി പോയ ഒരു കഥ ആ പയ്യൻ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. പോലീസുകാർ നേരെ നിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പയ്യനെയും കൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ എത്ര നാൾ മുൻപാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് അതിൻ്റെ ഇടയിൽ ആ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ 3-4 മാസമായി എന്ന് പറയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം അവിടെ നിന്ന് അനിയൻ്റെ പിടിയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടിട്ട് എന്താ ചെയ്യാന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. 1-2 ദിവസമൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വഴിയിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കൊൽക്കത്തയും അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ പല ഭാഗങ്ങളിലും ഈ പയ്യനിങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് പറയാനുള്ള ധൈര്യം ഈ പയ്യനുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന് 3-4 മാസങ്ങൾക്ക് ശേഷം ഈ പയ്യൻ തൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ട് പറയുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പേടിയുണ്ടെന്നുണ്ടെങ്കിലും ആ പയ്യൻ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുന്നതും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസിന് വിശ്വസിക്കാനായില്ല. എന്നാൽ അതിലും വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു ഈ ഒരു കേസ് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു വീട്ടിൽ നടന്നത്, ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്തായിരുന്നു പ്രശ്നം, ആ അനിയൻ എന്തിനാണ് വീട്ടിലെ എല്ലാവരെയും കൊലപ്പെടുത്തിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. ഈ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്ന പയ്യൻ്റെ പേര് ആരിഫ് എന്നായിരുന്നു. അപ്പോൾ പോലീസുകാർ ചോദിക്കുകയാണ് ആരാണ് നിൻ്റെ അനിയൻ, അതുപോലെ തന്നെ എത്ര വയസ്സുണ്ടവന്, എങ്ങനെയാണ് അവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്, എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു. ആസിഫ് എന്നായിരുന്നു ഈ പയ്യൻ്റെ അനിയൻ്റെ പേര്. 19 വയസ്സ് മാത്രമേ ആ സമയത്ത് അവന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലും വിറക്കുന്നുണ്ടെന്നാണ് ചേട്ടൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് ഏകദേശം 3-4 മാസങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ ദിവസം എന്നത്തെയും പോലൊരു സാധാരണ ദിവസമായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് വീട്ടുകാരെല്ലാവരും കൂടെയും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം തനിക്ക് ഉറക്കം വന്നെന്നും താൻ തൻ്റെ മുറിയിൽ പോയി കിടന്നുറങ്ങിയെന്നുമാണ് ഈ ഒരു ആരിഫ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്തോ ശ്വാസം മുട്ടലൊക്കെ തോന്നിയിട്ടായിരുന്നു ഈ ആരിഫ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ആൾ എഴുന്നേൽക്കുമ്പോൾ ആൾ കിടന്ന സ്ഥലത്തായിരുന്നില്ല ആൾ കിടന്നിരുന്നത്, എന്തോ ഒരു പെട്ടിയുടെ ഉള്ളിലായിരുന്നു. ആ പെട്ടിയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏകദേശം മൂക്കിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഈ പയ്യൻ എഴുന്നേൽക്കുന്നത്. ആരിഫ് നോക്കുമ്പോൾ തൻ്റെ കയ്യും കാലമൊക്കെ ആരോ ടേപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ആലോചിച്ചുകൊണ്ട് തല പൊക്കുകയാണ് ആ പെട്ടിയിൽ നിന്ന്. എന്നാൽ അപ്പം തന്നെ ആ തല വീണ്ടും വെള്ളത്തിലോട്ട് ആരോ താഴ്ത്തുകയായിരുന്നു. എങ്ങനെയൊക്കെയോ കുതറി തല പൊക്കി ആൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പെട്ടി പോലത്തെ തന്നെ വേറെ 4 പെട്ടികൾ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. ഈ 4 പെട്ടികളിലും തൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് കിടക്കുന്നത്. അതായത് അച്ഛൻ, അമ്മ, സിസ്റ്റർ, അതുപോലെ തന്നെ അമ്മൂമ്മ. തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ ഈ ആസിഫും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആസിഫുമായിട്ട് പെട്ടെന്നുകൊണ്ട് തന്നെ ഒരു മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എങ്ങനെയൊക്കെയോ ആസിഫിൻ്റെ തലയിൽ ഈ പയ്യന് പിടുത്തം കിട്ടി, മുടിമൽ പിടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയോ ഇറങ്ങി ഓടി രക്ഷപ്പെടാണ്ടായത്. അതായത് ഈ ഒരു റൂം ഉണ്ടായിരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പുതിയ വീടിൻ്റെയും അതേപോലെ തന്നെ പഴയ വീടിൻ്റെയും ഇടയിലൊരു സ്പേസ് ഈ ആസിഫ് കുറച്ച് പ്രൊജക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് പണിയെന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിൽ ഒരു റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വീട്ടിൽ നിന്നും ആക്സസ് ഉണ്ട്. അപ്പോൾ പഴയ വീട്ടിലോട്ട് ഈ വീടിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഹോൾ വെച്ചിട്ടുണ്ട്. ആ ഹോളിലൂടെ ആണ് പഴയ വീട്ടിലോട്ട് കിടക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഹോളിലൂടെ ചാടി ഓടിയിട്ടാണ് ഈ ഒരു ആരിഫ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്.
ആരിഫ് ആദ്യം തന്നെ വിചാരിച്ചത് താനൊരു സ്വപ്നം കാണാണെന്നുള്ളതായിരുന്നു. എന്തോ ഒരു ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റതുപോലെയായിരുന്നു ആളുടെ ആദ്യത്തെ എക്സ്പ്രഷൻ. കാരണം റൂമിൽ കിടന്നിരുന്ന ആൾ പെട്ടെന്നുകൊണ്ട് തന്നെ എങ്ങനെ ഇങ്ങോട്ട് എത്തി, ഇതെവിടെയാണെന്നുള്ളതൊന്നും തന്നെ പെട്ടെന്നുകൊണ്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് ആ പയ്യന് ആദ്യം തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മൽപ്പിടുത്തത്തിൻ്റെ ഇടയിൽ ഈ ആസിഫിൻ്റെ അടുത്ത് എന്താണ് നീ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരിഫ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് ആസിഫ് പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫാമിലിയുടെ ഭാഗമായതാണ് ഞാൻ ചെയ്ത തെറ്റ്, അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഭാവി നശിപ്പിക്കും, അതിന് ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തതെന്നുള്ള കാര്യമായിരുന്നു ആസിഫ് പറയുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ വീട് മുഴുവൻ ബോംബ് വെച്ചിട്ടുണ്ടെന്നും അതേപോലെ വീട് ഫുള്ള് എന്താ പറയുക CCTV സർവൈലൻസിലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഈ പയ്യൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇതൊക്കെ കൂടെ കേട്ട് പേടിച്ചിട്ടായിരുന്നു ആരിഫ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. അതിനുശേഷം ആ പയ്യൻ നാട് വിട്ടു പോയി. പിന്നീട് ഇത് ആരുടെ അടുത്തെങ്കിലും പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ പോലീസിൽ പറയാനോ ഒന്നിനുള്ള ധൈര്യം ആരിഫിന് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ പോലീസിന് എന്തോ ഒരു ഹൊറർ മൂവിയുടെ സ്റ്റോറി പറയുന്നത് പോലെയായിരുന്നു തോന്നിയത്. അപ്പോൾ എന്തായാലും ആ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു ആരിഫിനെയും കൊണ്ട് ആരിഫിൻ്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. പോലീസുകാരെത്തി നോക്കുന്ന സമയത്ത് ഡോർ ലോക്ക്ഡ് ആയിരുന്നു, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതായത് ആസിഫ് എന്ന് പറയുന്ന പയ്യൻ ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ലോക്ക് പൊളിച്ചിട്ട് പോലീസുകാർ വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അതിനുശേഷം ആ ഒരു സ്റ്റോർ റൂമിലോട്ട് പോവാണ്. അതായത് ഈ വീടിൻ്റെ എൻഡിൽ വേറൊരു സ്പേസ് സെറ്റ് ചെയ്തിട്ടായിരുന്നു സ്റ്റോർ റൂം ഉണ്ടാക്കിയിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ വീട് തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിരുന്നു ആ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നത്. പുതിയ വീട്ടിൽ നിന്നൊരു ഡോറായിരുന്നു ആ ഒരു സ്റ്റോർ റൂമിലോട്ട് ഉണ്ടായിരുന്നത്. പഴയ വീട്ടിലോട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്നതിനും വരുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ആ റൂമിൽ കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ ദുരൂഹത പോലീസിന് ഫീൽ ചെയ്യാണ്. കാരണം അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ഏകദേശം അരയുടെ അത്രയും പൊക്കത്തിലുള്ളൊരു വാട്ടർ ടാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു റൂമിൻ്റെ അകത്ത്. അതേപോലെ തന്നെ പെട്ടികളുടെ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പൈപ്പിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു വീട് മുഴുവൻ അരിച്ചു പറക്കുകയാണ്. അവർ കുഴിച്ചും മറ്റുമൊക്കെ നോക്കി അവസാനം ഈ ഒരു 4 ബോഡിയും പോലീസുകാർ കണ്ടെത്തുകയാണ്. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ആരിഫ് ആകപ്പാടെ വീണ്ടും തകർന്നു പോവാണ്. ആരിഫിന്റെ അച്ഛനായിട്ടുള്ള ജാവേദ് അലി, അതേപോലെ തന്നെ അമ്മയായിട്ടുള്ള ഇറ ബീവി, സിസ്റ്ററായിട്ടുള്ള റീമ ഖാത്തൂൻ, അമ്മൂമ്മയായിട്ടുള്ള അലഗ്നൂർ ബേവാൻ എന്ന് പറയുന്ന 4 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഒന്നാലോചിച്ച് നോക്കിയേ, ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള 4 കൊലപാതകങ്ങൾ നടത്തുന്ന സമയത്ത് ഈ ആസിഫ് എന്ന് പറയുന്ന പയ്യന് വെറും 19 വയസ്സും അത്രേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും 5 കൊലപാതകം നടത്തേണ്ടതാണ്. 21 വയസ്സ് ആ സമയത്തുണ്ടായിരുന്ന ആരിഫ് എന്ന് പറയുന്ന ആസിഫിൻ്റെ ബ്രദർ എങ്ങനെയൊക്കെയോ ആയിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ ഈ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ടും മറ്റൊക്കെ അയക്കുകയാണ് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ആസിഫിന് വേണ്ടിയിട്ടുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. വലിയ ഒരു ടീം തന്നെയായിരുന്നു ആസിഫിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അടുത്തുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഈ പയ്യന് ഇവിടെ നിന്ന് നാട് വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് ആ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ഈ പയ്യൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്, റിലേറ്റീവ്സിൻ്റെ വീട്, പരിചയക്കാരുടെ വീട് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലോട്ടും പോലീസുകാരെത്തുകയായിരുന്നു. പോലീസ് വിചാരിച്ചത് വീട്ടിലോട്ട് പോലീസുകാരെത്തി അതേപോലെ തന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തു, അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആസിഫ് ഈ ഒരു വിവരം അറിഞ്ഞിട്ട് മുങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ വിവരം ഒന്നും തന്നെ ആസിഫ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഒരു 10-11 മണിയായപ്പോൾ ആസിഫ് നേരെ വീടിൻ്റെ അവിടോട്ട് വരികയാണ്. തൻ്റെ ബൈക്ക് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. അതിനുശേഷം ഗേറ്റ് തുറന്നു. എന്നിട്ട് ബൈക്ക് എടുത്ത് കയറ്റി നേരെ ഗേറ്റിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ഓൾറെഡി ഒളിച്ചിരുന്നിരുന്ന പോലീസുകാർ നേരെ ഈ ഒരു ആസിഫിൻ്റെ മേൽ ചാടി വീഴുകയായിരുന്നു. അതിനുശേഷം ആളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ആദ്യം തന്നെ പോലീസുകാർ ചോദിച്ചത് നിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എവിടെ പോയി എന്നുള്ളതായിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ഈ ഒരു ആസിഫിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഫാമിലി മെമ്പേഴ്സ് ട്രിപ്പ് പോയിരിക്കുകയാണെന്നുള്ളൊരു കാര്യം മാത്രമേ ഈ പയ്യൻ പറയുന്നുണ്ടായിരുന്നുള്ളൂ. തൻ്റെ ഫാമിലി മെമ്പേഴ്സ് വിദേശത്തോട്ടോ മറ്റോ പോയിരിക്കുകയാണ്, എന്തോ യാത്രക്കായിട്ട് പോയിരിക്കുകയാണ്, ഒരു 3-4 മാസം കഴിയുമ്പോഴേ തിരിച്ചു വരാനായിട്ട് സാധ്യതയുള്ളൂ എന്നുള്ളൊരു സംഭവം ആ പയ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ടൈം തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ഈ ആസിഫ് തുറന്നില്ല. അതിനുശേഷമാണ് ആരിഫിനെ നേരെ ആസിഫിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നത്. നിന്റെ ചേട്ടനെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ നാടകമൊന്നും കളിക്കണ്ട, നടന്നെല്ലാം തന്നെ പറയാനായിട്ട് പോലീസുകാർ പിന്നെയും ഈ ഒരു പയ്യന്റെ അടുത്ത് പറയാണ്. എന്നാൽ അതിനുശേഷവും ആസിഫ് തുറന്നില്ല. പിന്നെ പോലീസുകാർ അവരുടെ സ്റ്റൈലിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ പറയുകയായിരുന്നു. അതെ, ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ അച്ഛനെയും അമ്മയും അമ്മൂമ്മയെയും പെങ്ങളെയും കൊന്നത് ഞാൻ തന്നെയാണ്. അവനെയും കൊല്ലേണ്ടതായിരുന്നു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിപ്പോഴും ആരും അറിയില്ലായിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു ആ പയ്യൻ പറഞ്ഞത്. എന്നിട്ട് ആളുടെ കഥ പറഞ്ഞു തുടങ്ങി.
വീട്ടിലത്തെ ഒരു സിറ്റുവേഷൻ പറയാന്നുണ്ടെങ്കിൽ ചേട്ടനും അതുപോലെ തന്നെ പെങ്ങളും അത്യാവശ്യം തിരക്കേടില്ലാണ്ട് പഠിക്കും, അതേപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കും. തനിക്കാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ബൈക്കിനോടും കാറിനോടും ഒക്കെ ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. എന്നാലും പഠിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ കാശൊക്കെ ചിലവാക്കിയിട്ട് ഒരു പ്രൈവറ്റ് കോളേജിലും മറ്റൊക്കെ സീറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അവിടെ പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബൈക്കിന് പെട്രോൾ അടിച്ച് കറങ്ങി നടക്കാന്നുള്ളതായിരുന്നു ഈ പയ്യൻ്റെ ഹോബി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ എന്താണ് എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നത്, നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ, ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങി. ഈ പയ്യനെ ഉപദേശിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഈ പയ്യന് ആ ഉപദേശം കേൾക്കാനൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ചെയ്യുക, ട്രിപ്പ് പോവുക, ഇതൊക്കെ തന്നെയായിരുന്നു ആ ഒരു പയ്യൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. അധികം കറങ്ങി നടക്കാതെ ഇരുന്ന് പഠിക്കാനായിട്ട് അച്ഛൻ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പയ്യന് അത് തീരെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനും ഈ ഒരു പയ്യൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ അതിനും സമ്മതിച്ചില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ആയപ്പോൾ ഇവർക്കിടയിൽ നല്ല രീതിയിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരികയാണ്. യെസ്, ആസിഫിനെ സ്ഥിരമായിട്ട് അച്ഛൻ ഉപദേശിക്കാനായിട്ട് തുടങ്ങുകയാണ്. ബാക്കിയുള്ളവർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്, ഇവിടെ എല്ലാ സൗകര്യവും ഇല്ല, നിനക്ക് വണ്ടി ഉണ്ട്, അതേപോലെ തന്നെ സ്വന്തമായിട്ട് റൂമുണ്ട്, പരിപാടികളുണ്ട്, എല്ലാം ഞാൻ തരുന്നുണ്ട്, നിന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യുന്നില്ല, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതിനുശേഷം ആസിഫിൻ്റെ പോക്കറ്റ് മണി കട്ട് ചെയ്യാനും തുടങ്ങി. അതായത് അച്ഛൻ പറയുന്നതൊന്നും ഈ പയ്യൻ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പോക്കറ്റ് മണി ചെറുതായിട്ട് കട്ട് ചെയ്യാണ്. എന്നാൽ ഈ പൈസ കട്ട് ചെയ്തത് ആസിഫിന് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അതിൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്നിരുന്ന പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാവുകയാണ്. ഇനിയും തനിക്ക് പിടിച്ചിരിക്കാനായിട്ട് പറ്റില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ തൻ്റെ ഷെയർ ചോദിക്കണം എന്നുള്ളൊരു മൈൻഡിൽ നേരെ ഈ ഒരു ആസിഫ് തൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് തനിക്ക് തരാനുള്ള ഷെയർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ നിന്ന് പൊക്കോളാന്ന് പറയുകയാണ്. അച്ഛൻ നോക്കണ സമയത്ത് 19 വയസ്സുള്ളൊരു പയ്യൻ വന്നിങ്ങായിട്ട് ഷെയർ ചോദിക്കണം. ഷെയറാ നിനക്ക് 10 വയസ്സ് ഞാൻ തരില്ല, ഇവിടെ നിന്ന് പൊക്കോന്ന് പറയുകയാണ് അച്ഛൻ. അപ്പോൾ ഇത് ഈ ഒരു പയ്യൻ്റെ ഉള്ളിൽ കയറുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങായിട്ട് ഒരു പ്രതികാരം വീടണം, പൈസയും കാര്യങ്ങളും തനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് തന്നെ ഈ ഒരു പയ്യൻ്റെ ഉള്ളിൽ കയറുകയാണ്. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അച്ഛൻ കൊടുക്കുന്നുള്ളൊരു മൈൻഡിൽ തന്നെയായിരുന്നു ആസിഫ് അപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഫിൻ്റെ അച്ഛൻ പോക്കറ്റ് മണി വീണ്ടും കട്ട് ചെയ്യാണ്. അത്യാവശ്യത്തിനുള്ള കാശ് മാത്രം കൊടുക്കാനായിട്ട് തുടങ്ങി. ഇത് തീരെ സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അപ്പോൾ വീണ്ടും ഷെയറിൻ്റെ കാര്യം അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു 10 വയസ്സ് തരില്ല, നീ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാനായിട്ട് പറയുകയാണ്. അപ്പോൾ വീണ്ടും അച്ഛനും മകനും തമ്മിൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. തനിക്ക് ഷെയർ തന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ വേറെ ആയിരിക്കും, നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പയ്യൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ വിചാരിച്ചത് ദേഷ്യത്തിൽ ആസിഫ് എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ആസിഫ് കറക്റ്റ് കാര്യങ്ങൾ ആളുടെ മൈൻഡിലുള്ളത് തന്നെയായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ഇവരെനിക്ക് ഷെയർ തന്നില്ലെങ്കിൽ വേണ്ട, ഞാനിവർക്ക് ആർക്കും ഷെയർ കൊടുക്കൂല, ഇതെല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് വേണം, എനിക്ക് സാധനം തരില്ല അല്ലേ, ആ ഒരു മൈൻഡിലായിരുന്നു ആസിഫ് ഉണ്ടായത്. പിന്നെ ഒരേ ഒരു മോട്ടീവേ ആസിഫിന് ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ വീട്ടുകാരെ കൊല്ലണം, അതേപോലെ തന്നെ പിടിക്കപ്പെടാതെ ചെയ്യണം. എങ്ങനെ ചെയ്യുന്നുള്ളത് ആൾ ഇൻ്റർനെറ്റിൽ തപ്പുകയാണ്. ജസ്റ്റ് ഗൂഗിളിൽ പോയി ആൾ സെർച്ച് ചെയ്തില്ല, ഡാർക്ക് വെബിലായിരുന്നു ആൾ റിസർച്ച് ചെയ്തത്. സാധാരണ നമ്മൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക സെർച്ച് ഹിസ്റ്ററിയൊക്കെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തൻ്റെ അടുത്ത് കെട്ടാനായിട്ട് സാധിക്കുന്നുള്ളൊരു ഐഡിയ ഈ പയ്യനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആൾ ഡാർക്ക് വെബ് ചൂസ് ചെയ്തത്. അങ്ങനെ ആൾ ബ്രൗസ് ചെയ്താണ് ഈ ഒരു സബ്മേഴ്സിബിൾ കോഫിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ ആൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലവും വേണമല്ലോ, അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഒരു സ്പേസ് വേണം. അങ്ങനെ ആ ഒരു സ്പേസ് ഈ ഒരു പയ്യൻ തപ്പുകയാണ്. അപ്പോഴാണ് ആൾക്കൊരു ഐഡിയ വരുന്നത്. തൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് തനിക്കൊരു റൂം വേണമെന്ന് വീട്ടുകാരോട് പറയാണ്. അങ്ങനെയാണ് തൻ്റെ പുതിയ വീടിനോട് ചേർന്നിട്ട് പഴയ വീടിൻ്റെയും ഇടയിലായിട്ട് ഒരു റൂം ഈ പയ്യൻ സെറ്റ് ചെയ്യുന്നത്. ആ റൂം ആ പയ്യൻ തന്നെ സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഡോറ് പൂട്ടിയിട്ട് എപ്പോഴും കീ ആ പയ്യൻ്റെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കൊല്ലാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഈ പയ്യൻ പതിയെ ഒറ്റയ്ക്ക് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തു. അതിനുശേഷം ആള് പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 28, 2021. എന്നത്തെയും പോലെ അന്നും ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും തന്നെ വിശ്രമിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആസിഫ് തൻ്റെ റൂമിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാളിലെ സോഫയിൽ തൻ്റെ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്നതാണ്. പിന്നെ അനിയത്തിയുടെ റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടുത്തെ സ്റ്റഡി ടേബിളിൽ കിടന്നിങ്ങായിട്ട് അനിയത്തി ഉറങ്ങുന്നുണ്ട്. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മൂമ്മയുടെ റൂമിലും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ പയ്യന് മനസ്സിലായി തൻ്റെ പണി ഏറ്റു എന്നുള്ളത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ കുടിച്ച സോഫ്റ്റ് ഡ്രിങ്കിൽ ഈ പയ്യൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിരുന്ന ഉറക്കഗുളിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പവറിലാണ് ഇവരെല്ലാവരും തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്.
അതിനുശേഷം എല്ലാവരുടെയും കൈയും കാലൊക്കെ ആസിഫ് ടാപ്പ് ചെയ്തു. ആദ്യം തന്നെ അച്ഛനെ ആയിരുന്നു ആസിഫ് സ്റ്റോർ റൂമിലോട്ട് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു 5 ശവപ്പെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പെട്ടിയിൽ അച്ഛനെ കിടത്തി. അതിനുശേഷം ഓരോരുത്തരുടെ നേരെ അവിടെ നിന്ന് എന്താ പറയുക വലിച്ചയച്ചു കൊണ്ടുപോയി ഇങ്ങനെ ഈ ഒരു പെട്ടിയിൽ കിടക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അരടത്രയും പൊക്കത്തിൽ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ശവപ്പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 5 ശവപ്പെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ടാങ്കിൽ വെള്ളം നിറയും, അതേപോലെ തന്നെ ഈ പെട്ടികളിലും ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ലെവലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടുത്തെ എന്താ പറയുക വാൽവൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എല്ലാത്തിലും ഒരുമിച്ച് വെള്ളം നിറയുന്ന സെറ്റപ്പിലായിരുന്നു ഈ ശവപ്പെട്ടിയും കാര്യങ്ങളൊക്കെ ഈ പയ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ്ലി ഡാർക്ക് വെബിൽ നോക്കിയിട്ടാണ് ഈ ഒരു ഐഡിയ കിട്ടിയതെന്നാണ് പിന്നീട് ഈ ഒരു പയ്യൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കാര്യങ്ങളും ലീക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ലെയറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും ടോപ്പിൽ ഒരു ഹോൾ കൊടുത്തിട്ട് ആ ഒരു പൈപ്പ് ഇട്ടിട്ടായിരുന്നു കറക്റ്റ് ലെവൽ അനുസരിച്ചിട്ട് വെള്ളം ആ ഒരു എന്താ പറയുക ആ ശവപ്പെട്ടികളിലോട്ട് വന്ന് വീണുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഫുള്ള് സെറ്റാക്കി വെള്ളം ഓപ്പൺ ചെയ്തു. എല്ലാവരുടെയും പെട്ടിയിൽ ഇങ്ങനെ വെള്ളം നിറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ പയ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു ഈ ഒരു ആരിഫിന് ബോധം വരുന്നത്. ആരിഫ് എഴുന്നേറ്റ സമയത്ത് ഈ ആസിഫ് വീണ്ടും മുക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ഇതുവരെ ഇല്ലാത്തൊരു ആരോഗ്യം ആ സമയത്ത് ആരിഫിന് ഉണ്ടാവുകയാണ്. എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു പയ്യന്റെ തലക്കൊക്കെ പിടിച്ച് അവിടെ നിന്ന് തള്ളി മാറ്റി അവിടെ നിന്ന് എങ്ങനെയോ ഈ ആരിഫ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആരിഫ് വീട് വിട്ട് ഓടിയതിന് ശേഷം ഈ ആസിഫ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ബൈക്ക് എടുത്ത് ഇങ്ങേറ്റ് പിന്നാലെ പോയി നോക്കുകയായിരുന്നു. ആ ഒരു ഏരിയ മുഴുവൻ ബൈക്ക് എടുത്ത് ഇങ്ങേറ്റ് ഈ ആസിഫ് കറങ്ങി നോക്കി. എന്നാലും തന്റെ ചേട്ടനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ലാസ്റ്റ് ആരിഫിനെ കിട്ടാതെ ആസിഫ് വീട്ടിലോട്ട് വരാണ്. അപ്പോൾ ആസിഫ് ചിന്തിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അത്ര വലിയ സാമർത്ഥ്യമുള്ള കൂട്ടത്തിലൊന്നുമില്ല. ഒന്നില്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണ് പട്ടിണി കിടന്ന് മരിക്കും, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗതിയും പരഗതി ഇല്ലാതാവുമ്പോൾ എൻ്റെ അടുത്തോട്ട് വരും. അപ്പോൾ എന്തെങ്കിലും വെച്ചാൽ ചെയ്യാന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആസിഫ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ബോഡിയും കാര്യങ്ങളൊക്കെ ആ പയ്യനെ ഒളിപ്പിക്കുകയായിരുന്നു. ആരിഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീരെ ധൈര്യമില്ലാത്തൊരു പയ്യനായിരുന്നെന്നും ആ പയ്യൻ ഒരിക്കലും പോലീസിൽ പോയിട്ട് പറയുമെന്നുള്ളത് താൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടെ ആസിഫ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അപ്പോൾ വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ആസിഫ് എന്ന് പറയുന്ന പയ്യൻ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്ത കഥ പോലീസുകാർ അറിഞ്ഞപ്പോൾ അവർ തന്നെ ഷോക്കായി പോവുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, ആ നാട് മുഴുവൻ ഈ ഒരു വാർത്ത കേട്ട് നടുങ്ങി പോവുകയായിരുന്നു. പിന്നെ കുറച്ച് വർഷം ഈ ഒരു കേസ് നടന്നു. മാൾഡ ഡിസ്ട്രിക്ട് കോർട്ട് മെയ് 18, 2025 ഈ കേസിന് വിധി പറയുകയായിരുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മാസങ്ങൾ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ആസിഫ് തൻ്റെ വീട്ടിലെ എല്ലാവരെയും ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത്. വളരെ അത്ഭുതകരമായിട്ടായിരുന്നു ആരിഫ് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിക്രൂരമായിട്ടായിരുന്നു ആസിഫ് തൻ്റെ സ്വന്തം പാരൻസിനെയും മറ്റുമൊക്കെ വകവരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേസ് റെയറസ്റ്റ് ഓഫ് റെയർ കേസ് ആണെന്നുള്ള രീതിയിലായിരുന്നു കോടതി വിലയിരുത്തിയത്. അങ്ങനെ ഈ ഒരു കേസിന് ഈ ആസിഫിന് വധശിക്ഷയും കോടതി വിധിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ആസിഫിന്റെ 2 ഫ്രണ്ട്സിനെയും കൂടെ പോലീസുകാർ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആസിഫ് അവരുടെ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് തോക്കുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെ പോലീസുകാർ പിടികൂടുന്നത്. എന്നാൽ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ ഈ കൊലപാതകത്തിലും മറ്റൊന്നും അവർക്കൊന്നും പങ്കില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ ഗണ്ണിന്റെ കേസ് മാത്രമേ അവരുടെ പേരിലുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വധശിക്ഷയും മറ്റൊക്കെ വിധിച്ചിട്ടുണ്ട്. എന്നാൽ ആസിഫിന് ഇനിയും മേൽക്കോടതിയിലും മറ്റൊക്കെ അപ്പീൽ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.